അസ്സലാമലൈക്കും കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ ഞായറാഴ്ചക്കലത്തെ ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഞായറാഴ്ച ആകുമ്പോൾ സ്പെഷ്യലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാതും അടങ്ങിയ നല്ലൊരു കുക്കിംഗ് വ്ളോഗാണ്. വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ 2-3-4 റെസിപ്പി ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് ഞാനിതാ ചിക്കൻ വാങ്ങിക്കൊടുത്തിട്ട് ആദ്യം തന്നെ നല്ലപോലെ കഴുകി വെള്ളം വാരാൻ വേണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ചതിന് ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. അത് നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലായിട്ട് വെച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവയും കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. അത് രണ്ടും നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിൽ 4 വലിയ ഉള്ളി ഇടുന്നുണ്ട്. വലിയ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം ഒന്ന് കളർ മാറി വന്നതിന് ശേഷം ഞാനതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക, അല്ലെങ്കിലേ സമയം വൈകിക്കണം. അപ്പോൾ ഞാനിത് നിന്ന് ഇളക്കണില്ല കേട്ടോ. ഞാനിതൊന്ന് വഴറ്റിയിട്ട് സിമ്മിലാക്കിയിട്ട് മൂടി വയ്ക്കണം. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലപോലെ അത് വഴന്ന് കിട്ടിക്കോളും. നിങ്ങൾക്ക് അടി പിടിക്കുന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കൊന്നുമില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ വഴന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളിടാം. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതാണ് ടീസ്പൂണ്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഈ ഗരം മസാല ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പൊടികളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കന് വെള്ളം നല്ലപോലെ കഴുകി വെള്ളം വാർന്ന ചിക്കനാണ്. നല്ലപോലെ വെള്ളം വാരണിട്ട്, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ആവുള്ളൂ. 1.5 കിലോ ചിക്കനാണ്. അപ്പോൾ ഞാൻ ചിക്കൻ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നല്ലപോലെ നമ്മളിത് ഈ മസാലയും ചിക്കനും പാടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ചിക്കൻ്റെ കളർ ഇങ്ങോട്ട് വെള്ള കളറാണ് കേട്ടോ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ മറന്നതാണ്. നിങ്ങൾ ഇടുമ്പം എണ്ണയിലിടുക. ഇനിയിപ്പോൾ ഈ സമയത്ത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ മണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴറ്റിയിട്ട് നമ്മൾ ചിക്കന് കളർ വ്യത്യാസം വേണം. ചുവപ്പ് കളർ പോയിട്ട് വെള്ള കളറാവുന്നവരെ നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ വഴറ്റി ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് 2 തക്കാളി മിക്സിയിൽ അരച്ചിട്ടാണുള്ളത്. മുറിച്ചിട്ടിട്ടാലും മതി കേട്ടോ. നല്ല പൊടിയായിട്ട് മുറിച്ചിട്ടിട്ടാലും മതി. ഞാനിന്നൊക്കെ എളുപ്പപ്പണിയാണ്. അപ്പം മുറിക്കാൻ നിൽക്കുന്ന നേരം കൊണ്ട് വേഗം അത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം നോക്കിയപ്പോൾ ഉപ്പില്ല. നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് അപ്പോൾ തക്കാളിയിലത്തെ വെള്ളം മുഴുവനും വറ്റിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. അത് രണ്ടും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ 1 പച്ചമുളക് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇതിപ്പോൾ മസാലയും ചിക്കനൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മളിതിൽ പച്ചവെള്ളം ഒഴിച്ചാൽ നമ്മുടെ കറി പച്ചവെള്ളത്തിൻ്റെ ചുവ വരും. ഒരു ചുവ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കുക. അതിൽ ഞാൻ 2-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേകാനുള്ള വെള്ളം വെന്ത് കിട്ടുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചോറുണ്ടാക്കാം. അതിന് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുക്കറിൽ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. ഇതെല്ലാ സ്പൈസസും ഉണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് എല്ലാം ഉണ്ട്. അത് ഇട്ടതിന് ശേഷം നല്ലപോലെ അതിൻ്റെ പൊട്ടിയിട്ട് ഒരു മണം വരും. മണം വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി മുറിച്ചതിടാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനെന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ നമ്മൾ ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ അരച്ചിട്ടുണ്ട്. അത് അരച്ചിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിക്കോട്ടെ നമ്മുടെ ചോറിന്. ഇത് ജീരകശാല അരിയാണ്. ഞാൻ 4 കപ്പ് അരി എടുത്ത് നല്ല പോലെ കഴുകി വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചതാണത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഞാൻ ഈ അരി ഇട്ടിട്ടുണ്ട്. അരിയിലൊരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞാനത് 5 മിനിറ്റ് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കൈയെടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ അരി മൊരിഞ്ഞു പോകുക പൊടിഞ്ഞു പോകുക ചെയ്യും. അപ്പോൾ എന്നിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പേടിയുള്ളവർക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിടാം. പിന്നെ ഞാനിത് അപ്പുറത്ത് വെള്ളം തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുക്കർ തന്നെ കേട്ടോ നല്ലത്. ഒരു 2 മിനിറ്റ് ഉണ്ടെങ്കിൽ ചോറാവും. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മുറി നാരങ്ങൻ്റെ നീര് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഈ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വയ്ക്കുക. ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് വരാനാകാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ കുക്കർ മൂടുന്നുണ്ട്. മൂടിയതിന് ശേഷം ഒറ്റ വിസിൽ കേട്ടോ, ഒരുപാട് വിസിൽ വേണ്ട. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. ഒരു വിസിൽ വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫാക്കി. വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി അത് അടിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എന്തായി നോക്കാം. 5 മിനിറ്റ് അടിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം. ചിക്കനൊക്കെ നല്ല പോലെ വെള്ളം വറ്റി വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചിക്കൻ വെച്ചിരിക്കുന്നത്. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇത് ഞാൻ ഒരുപാട് വെള്ളം പോലെ അല്ല കേട്ടോ. അവിടെ ഒരുപാട് വെള്ളം പോലെ ഉള്ളത് ഇഷ്ടമല്ല. ഒരു മസാല അങ്ങനെ കൂട്ടി കുഴമ്പിയ പോലെ ഉണ്ടാക്കില്ല, അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി പറ്റട്ടെ വേണ്ടി ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കടന്നിട്ട് ഇങ്ങനെ വന്നോളും. ചിക്കൻ വെന്തിട്ടുണ്ട്, ഒന്നും കൂടി വേകാണ്ട്. അപ്പോൾ ഞാനത് മൂടി വയ്ക്കുന്നുണ്ട്. മൂടിയിട്ട് ഒന്നും കൂടി ഒഴിക്കട്ടെ. എനിക്ക് ഒന്നും കൂടി വേകണം. പിന്നെ ഒരിക്കൽ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. ഒരു പച്ചമുളക് ഉണ്ട്. ലാസ്റ്റ് ഒരു പച്ചമുളക് ഇട്ടിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനി ഞാനത് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇപ്പോൾ ഒന്നും തുറക്കില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഞാൻ തുറക്കുള്ളൂ. നമ്മൾ ചോറ് വിളമ്പാൻ നേരത്താണ് ഇനി ഇത് തുറക്കുള്ളൂ. അപ്പോഴേക്കും ചിക്കൻ നല്ല പോലെ അതിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നന്നായിട്ടുണ്ടാവും. പിന്നെ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് കുക്കറിൻ്റെ എയർ മുഴുവനായിട്ട് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. നിങ്ങൾ നല്ല റോസ്റ്റ് ചെയ്ത അരിയാണെങ്കിൽ 5 മിനിറ്റ് വെച്ചാൽ മതി. റോസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെയാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. വിസിൽ വന്ന ഉടനെ 2 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ തുറക്കുക കേട്ടോ. എയർ കളഞ്ഞിട്ട് തുറന്നെടുക്കുക. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെന്ത് കുഴയുകയോ ഒട്ട് ഒന്നും ചെയ്യില്ല. ഇത് ചൂടോടുക്കനെ ആകുമ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത്. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പറഞ്ഞാൽ നല്ല വെറിയാനുള്ള നല്ല ചോറാണ് കേട്ടോ. ഇനി ഞാനിത് തുറന്നതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അടി ചേർത്ത് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. ചില കുക്കറിന് ഓരോരോ ഇതായിരിക്കും വിസിലിൻ്റെ കണക്ക്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കുക്കർ എങ്ങനെയാണ് നോക്കുക. ഞാനിത് എപ്പോഴും കുക്കറിലിട്ടിട്ട് പറഞ്ഞാൽ ഞാനൊരു 5 മിനിറ്റ് തന്നെ വയ്ക്കുള്ളൂ കേട്ടോ. വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് വയ്ക്കും. എന്നിട്ട് ഞാൻ തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കും. ഇനി അത് മൂടിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്ന് കുക്കറിൻ്റെ മൂടിയായിട്ട് മൂടണ്ട, വേറൊരു മൂടിയായിട്ട് മൂടി വയ്ക്കും. പിന്നുള്ളത് ചിക്കൻ പൊരിക്കണം കേട്ടോ. അതിൽ ഞാൻ സാധാരണ ഇഞ്ചി മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും നാരങ്ങ നീരൊക്കെ പാടെ തേച്ചിട്ടാണ്. അപ്പോൾ അതവിടെ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടുണ്ട്. പിന്നെ മൂളയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇത് ബീഫിൻ്റെ ബ്രെയിനാണിത്. ഇതിൻ്റെ മേലെ ഒരു പാളി പോലെ ഉണ്ടാവും. അപ്പോൾ അത് മുഴുവനായിട്ടും കളഞ്ഞെടുക്കണം. ഇതൊക്കെ കഴിച്ചവർ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ട് ഇനി അത് എടുക്കുക. അത് എടുക്കുമ്പോഴേക്കും ഞാനിതാ മൂള നല്ലപോലെ വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇല്ല കേട്ടോ. മല്ലിപ്പൊടി കുരുമുളക് ചെറിയ ജീരകമൊക്കെയാണ് അരച്ചതാണ് ലാസ്റ്റ് ഇട്ടിരുന്നത്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചെറിയ ജീരകവും വെളുത്തുള്ളി ഇഞ്ചി
വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇഞ്ചി കുറച്ച് മതി. ചെറിയ ഉള്ളി ഇതൊക്കെ പാടെ അരച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് തിരുമ്പുക. ഗരം മസാലയും നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മസാല ഉണ്ടാക്കിയാലും നന്നായിട്ടുണ്ടാവും, വെളിച്ചെണ്ണയിൽ പൊരിച്ചാലും നന്നായിട്ടുണ്ടാവും. ഇവിടെ പൊരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കേണ്ടിരുന്നത് ഒന്നാമത്തെ സമയമില്ല, പിന്നെ ഞാൻ അതിൻ്റെ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ക്ലീൻ ചെയ്യണതും ഇതിൻ്റെ മസാല തേക്കണതും ഫ്രൈ ചെയ്യേണ്ടതും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി. അപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഇനിയിപ്പോൾ മൂള ഫ്രൈ ആയി ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നോക്കിയാൽ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല പോലെ കുറുകി നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിൽ. ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ പോകുകയാണ് കേട്ടോ. എല്ലാവരും പാടെ വീട്ടിലുണ്ടെങ്കിൽ എന്നും അങ്ങനെ തന്നെ 2:30-3 മണിയൊക്കെ ആവും ഭക്ഷണം കഴിക്കുമ്പോൾ. ഇല്ലെങ്കിൽ വേഗം 1 മണി 1:30 മണിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കൽ കഴിയും. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോയത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. അപ്പോൾ മൂളയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഓക്കേ.